യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എപ്പോഴും കാണാട്ടാ ചെമ്പരത്തിപ്പൂവിൻ്റെ ചായ, ചെമ്പരത്തിപ്പൂവിൻ്റെ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ വിചാരിച്ചു, എന്നാൽ പൊട്ടിച്ച് എളുപ്പപ്പണിയല്ലേ, എന്നാൽ പിന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെമ്പരത്തിപ്പൂവിൻ്റെ ചായ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ മുറ്റത്ത് നിന്നിരുന്ന എല്ലാ ചെമ്പരത്തിപ്പൂവും പൊട്ടിച്ചു. പക്ഷെ നമ്മളെല്ലാതും എടുക്കണില്ല കേട്ടോ. അതിൽ നിന്ന് 8 പൂവ് എടുത്തു. പിന്നെ ഒരു അര ചെറുനാരങ്ങയും കൂടെ എടുത്തു കേട്ടോ. നന്നായിട്ട് കഴുകി വെച്ചു. പൂവ് പൊടിയൊന്നും പാടില്ല. പിന്നെ നമുക്ക് വെള്ളം വേണ്ടേ. ഇപ്പോൾ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ ഇതുപോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നമുക്ക് എത്ര ആൾക്കാർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയ്ക്ക് വെള്ളം ഒഴിക്കുക. ഇവിടെ ഇപ്പം ഞാനും മോനും മാത്രമാണ് ഇത് കുടിച്ചത്. നമ്മൾ 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അതേ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി നമ്മൾ ആ കഴുകി വൃത്തിയാക്കിയ പൂവ് ഒരു ബൗളിലിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഈ തിളച്ച വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കണ്ട അതിൻ്റെ കളർ മാറുന്നത്. എന്താ ഇത് കാണണം, ഇത് നേരിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതാ കളറ് ഇങ്ങനെ ഇളകുമ്പോഴേ ഇനി അത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതായത് ഫുള്ള് അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങട്ടെ, വെള്ളത്തിലേക്ക്, ചൂടുവെള്ളത്തിലേക്ക്. ഇതിന് പ്രത്യേകം മണമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചെമ്പരത്തി ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകമായിട്ട് സുഗന്ധദ്രവ്യമൊന്നും അല്ലല്ലോ, ചെമ്പരത്തിയല്ലേ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ചെമ്പരത്തി പൂ മാറ്റി നമ്മൾ അര ചെറുനാരങ്ങ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ചെറുനാരങ്ങ ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭംഗി വരുന്നത്. റെഡ് കളറാവും. ഇത് ഉണ്ടാക്കി നോക്കിക്കണം നിങ്ങൾ. ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ ഇതിങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് കുറേ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ചെമ്പരത്തിപ്പൂ കഴിക്കണതുകൊണ്ട് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ വീട്ടിൽ പറമ്പിൽ നമ്മുടെ വേലിയുമ്പോൾ കുറേ ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതേ പിന്നെ നമ്മളതിൽ മധുരത്തിനായിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 ടീസ്പൂണാണ് ഒഴിക്കുന്നത് കേട്ടോ. അത് ശർക്കര ശരിക്കും പറഞ്ഞാൽ മധുരം ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ട് കഴിക്കണതല്ലേ, അപ്പം മധുരം ഇല്ലാണ്ട് കഴിക്കാം. പിന്നെ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മധുരം വേണം. ഹണി ഉണ്ടെങ്കിൽ ഹണി ഒഴിച്ചാൽ മതി കേട്ടോ. പഞ്ചസാര ഇടാണ്ടിരിക്കുക നല്ലത്. അങ്ങനെ ഇതേ നമ്മുടെ ചെമ്പരത്തി ചായ റെഡിയായി. കുടിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ മണമൊന്നുമില്ല. നാരങ്ങ ഒഴിച്ച കാരണം നാരങ്ങയുടെ മണമുണ്ട്, പക്ഷേ ഗുണം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസമായി ഇതിങ്ങനെ കുടിക്കണത്. ഒരു നേരം കുടിക്കുള്ളൂ കേട്ടോ. ഈവനിങ്ങിലാണ് ഇത് കുടിച്ചത്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ചായ റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും കൂടെ ചെയ്ത് നോക്കുക. ചെമ്പരത്തി ഇഷ്ടം പോലെയുള്ളതല്ലേ. അപ്പോൾ കൂടുതലൊന്നും ചെമ്പരത്തി ഇടണ്ട കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 3-4 ചെമ്പരത്തി പൂവ് ഇട്ടാൽ മതി. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.